ആ ഐക്യവേദിയിലേക്ക് കാന്തപുരം ഉസ്താദ് ചെന്നില്ല എന്നതാണ് പാർട്ടി ലീഡറെ പ്രയാസപ്പെടുത്തിയത്. അങ്ങനെയാണ് നമ്മുടെ പുതിയാപ്ല സക്കാരത്തിന് വരാത്ത സങ്കടം പലർക്കും ഉണ്ടായത്. കോഴിക്കോട് നമ്മുടെ സഹോദര സുന്നികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പാർട്ടി ലീഡർ ആ സങ്കടം പങ്കുവെക്കുന്നുണ്ട്. അയാൾ പറയുന്നത് കാന്തപുരം ഉസ്താദ് കത്ത് വേണമെന്ന് പറഞ്ഞു എന്നാണ്. കാരണം സമസ്തക്കൊരു നിലപാടുണ്ട്. ഒരു യോഗം വിളിച്ചു ചേർക്കപ്പെടുമ്പോൾ ആ യോഗത്തിന്റെ അജണ്ട വേണം. ആ അജണ്ട എങ്ങനെ നിർവഹിക്കപ്പെടുമെന്ന കൃത്യത വേണം. അല്ലാതെ കോഴിക്കോട് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ ബിരിയം വിളമ്പുന്നുണ്ടെന്ന് കേൾക്കുമ്പോ അങ്ങനെ ഇലയും വെട്ടി വരുന്ന പുതിയാപ്പളയല്ല കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ എന്ന് ഞങ്ങൾ മാന്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് തന്നെയാണ് രേഖ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ കത്ത് കിട്ടിയാൽ ബാക്കി കത്തിന് മറുപടി വരും. ഒന്നിരിക്ക ആള് വരും, അല്ലെങ്കിൽ മറുപടി വരും. പുതിയാപ്പിളക്ക് വരാൻ പറ്റിയ പെണ്ണവിടെ ഉണ്ടെങ്കിൽ പുതിയാപ്പിള തന്നെ വരും. അല്ലെങ്കിലോ പാചകക്കാരനെ വിടും, അല്ലെങ്കിൽ ഇല മാത്രം കൊടുത്തേക്കും, അല്ലെങ്കിൽ കത്തു തരും. എല്ലാത്തിനും കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പകർത്തിയെടുത്തത് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യ പരിപാടികളിൽ നിന്നാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പാർട്ടി ലീഡർ പങ്കുവച്ച സങ്കടം ഒന്ന് കേട്ടോളി. ജനതാ പറഞ്ഞു, തങ്ങളവരുടെ നേതൃത്വത്തിൽ ഇടക്കാലത്ത് നടന്ന നീക്കം ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാ മുസ്ലിം സംഘടനകളും പണ്ട് ഏത് പ്രകാരം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഷെയ്ഖുന നമ്മുടെ ഉസ്താദും മൺമറിഞ്ഞു പോയ അവരായ ശരീരായ ആളുകൾ, ആ ഉന്നത ശിക്ഷ ആളുകൾ വിളിച്ചപ്പോ വന്നു. അതുപോലെ മുസ്ലിം സംഘടനകളൊക്കെ വന്നു. എല്ലാരും വന്നു. ഒരു സംഘടന വന്നില്ല. അതങ്ങനെ വരൂല. അത് വരാൻ കുറെ വയ്യും വരായൊക്കെ വേണം. വരൂല്ല. പണ്ടും വന്നിട്ടില്ല. അതെ, പണ്ടും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? ഈ സമസ്തയുടെ ആശയം കൃത്യമായതിന് മറുപടി തരുന്നുണ്ട്. 60ാം വാർഷിക സമ്മേളന സുവനീർ അഭിവക്ത സമസ്തയുടെ ആധികാരിക രേഖയാണ്. ഒരു കാലത്ത് സുന്നത്തു ജമാഅത്തിന്റെ ശക്തരായ ആലിമീങ്ങളുടെ പ്രതിരോധം കൊണ്ട് സാമൂഹ്യ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ വഹാബികൾ ആലിമീങ്ങളുടെ കൂടെ ഇരുന്ന് സമുദായത്തിന്റെ ഐക്യം തീർക്കാൻ വേണ്ടി ഒരു അജണ്ടയുണ്ടാക്കി. അങ്ങനെയാണ് മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വഹാബികൾ സമസ്തക്ക് കത്ത് തരുന്നത്. കത്ത് തന്നു. അന്ന് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ KV കൂറ്റനാടിന്റെ കൈപ്പടയിൽ വഹാബികൾക്ക് കൊടുത്ത മറുപടി അഭിവക്ത സമസ്തയുടെ ആധികാരിക രേഖ. EK അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്തുസ്താദും ഈ സമസ്തയുടെ നേതൃസ്ഥാനത്തിരിക്കുകയും താജുലുലമയും കാന്തപുരം ഉസ്താദും സഹകാരികളായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പിളരുന്നതിന്റെ മുമ്പുള്ള സമസ്ത ഒന്നിച്ചെടുത്ത നിലപാട് KV കൂറ്റനാട് തന്റെ കൈപ്പടയിൽ എഴുതി കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് മുസ്ലിം ഐക്യവേദിയിലേക്കാണ്. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുശ്രിക്കും കാഫിറുമാണെന്നാണ്. അതുകൊണ്ട് അങ്ങനെ കുഫ്രാരോപിക്കപ്പെടുന്ന ഞങ്ങളും നിങ്ങളും ഒരു ഐക്യവേദി ഉണ്ടാക്കിയാൽ അത് മുസ്ലിം ഐക്യവേദിയല്ല, അത് മുസ്ലിം മുശ്രിക്ക് ഐക്യവേദിയാണ്. അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു പ്രസ്താവന ഇറക്കണം. മമ്പുറത്തു പോകുന്ന, ജാറത്തിൽ പോകുന്ന അമ്പിയാക്കളെ വിളിക്കുന്ന കേരളത്തിലെ സുന്നികൾ അവർ മുസ്ലിമീങ്ങളാണ്, അവർ കാഫിറുകളല്ല എന്ന ഒരു പ്രസ്താവന നിങ്ങൾ ഇറക്കിയാൽ ഐക്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നതാണ് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്ത മറുപടി. അതിന് ഇന്നും ഉത്തരം കിട്ടാതെ ആ കത്ത് വഹാബി ആസ്ഥാനത്തുണ്ടെന്നിരിക്കെ ആവർത്തിച്ചു നിർബാധം കേരളത്തിന്റെ തെരുവുകളിൽ ആ കുഫ്രാരോപണം മുസ്ലിമീങ്ങൾക്ക് നേരെ വഹാബികൾ ഇപ്പോഴും വിസർജിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കൂട്ടായ്മ നിരർത്ഥകമാണെന്ന് പൗരാണിക പണ്ഡിത സഭ അഭിവക്ത സമസ്ത ഐക്യകണ്ഠേന തീരുമാനിച്ച നിലപാടിൽ ഞങ്ങളെ പുതിയാപ്പള അടിയുറച്ചു നിന്നിട്ടുണ്ട്. അതിനാണ് ഈ പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ചതും. സമസ്തയുടെ യഥാർത്ഥ സൗന്ദര്യത്തിൽ ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ ഇനിയുമുണ്ട്. അഭിവക്ത സമസ്തയിൽ അതിനുള്ള അടയാളങ്ങൾ. EMS നമ്പൂതിരിപ്പാട് ഇസ്ലാമിക നാലുകെട്ടിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗ് സമസ്തയിലേക്ക് ഒരു കത്ത് തരികയാണ്. എന്തായിരുന്നു കത്തിന്റെ ഉള്ളടക്കം? EMSന്റെ ശരീഅത്ത് വിരുദ്ധ നിലപാടിനെ പ്രതിരോധിച്ച് ശരീഅത്ത് സംരക്ഷിക്കാൻ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഒരൈക്യവേദി ഉണ്ടാക്കണമെന്നാണ്. അന്ന് സമസ്താദിന് കൊടുത്ത മറുപടിയുണ്ട്. ശരീഅത്ത് സംരക്ഷണമാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്കിൽ മുജാഹിദും ജമാഅത്തും ശരീഅത്ത് സംരക്ഷിക്കുന്നവരല്ല,
അത് വികലമാക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ശരീഅത്ത് സംരക്ഷിക്കാനുണ്ടാക്കുന്ന കൂട്ടായ്മകൾ നിരർത്ഥകമാണ്, ആദർശവിരുദ്ധമാണ് എന്ന് അവിഭക്ത സമസ്ത ഇ.കെ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി എടുത്ത് ആധികാരികമായി കൊടുത്ത മറുപടി പിളർപ്പിന്റെ മുമ്പുള്ള സമസ്തയുടെ ആധികാരിക ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ട 60ാം വാർഷിക സുവനീറിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ നിലപാടിന്റെ പേരിൽ കാന്തപുരം ഉസ്താദും ഈ പ്രസ്ഥാനവും അടിയുറച്ചു നിന്നു എന്ന കാരണത്താൽ അതാർക്കെങ്കിലും തലവേദനയുണ്ടാക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള തലതിരിഞ്ഞ ദർശനങ്ങൾ ഇസ്ലാമിൽ കുടിയിരുത്താൻ ആരെങ്കിലും പണിയെടുക്കുന്നുവെങ്കിൽ, അത്തരം തലതിരിഞ്ഞ തലച്ചോറുകൾ ഈ രാജ്യത്തുള്ള കാലത്തോളം ആ തലവേദന ഈ രാജ്യത്ത് തുടരുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹം വീണ്ടും പറയട്ടെ, കേട് പറ്റിയിട്ടില്ല, നിങ്ങൾക്കും പറ്റിയിട്ടില്ല, വരാത്തോണ്ട് ഞങ്ങൾക്കും പറ്റിയിട്ടില്ല, അങ്ങനെ പോകാം. അതുകൊണ്ടൊരു കേടും പണ്ടും പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റില്ല. അതെ, നിങ്ങൾക്കും പറ്റിയിട്ടില്ല, ഞങ്ങൾക്കും പറ്റിയിട്ടില്ല. കുറ്റിപ്പുറം മണ്ഡലപ്പം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം. പുതിയാപ്പളിനെ വിളിച്ച മാതിരി അങ്ങനെ വിളിച്ചാ പോരാ, ഇങ്ങനെ വിളിച്ചാ പോരാ, തേടി വരണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ഇസ്ലാമിക ശരീഅത്ത് അപകടപ്പെടുമ്പോഴാണ് ഈ മാതിരി വർത്തമാനം പരിഹാസ്യം എന്നല്ലാതെ മറ്റെന്താണ് പറയുക? അല്ല മാഷേ, അതല്ല പരിഹാസ്യം. ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് നാൾക്കുനാൾ പച്ചയായി തെരുവിൽ അവമതിക്കുന്ന രാഷ്ട്രീയക്കാർ ശരീഅത്തിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നതാണ് പരിഹാസ്യം. എന്തേ കാരണം? ആരാണ് ഇവരെ ഇസ്ലാമിക ശരീഅത്ത് പെണ്ണ് കെട്ടുന്നിടത്തും തൊലാക്ക് ചെല്ലുന്നിടത്തുമുള്ള മതനിയമമാണ്, വേറെ എവിടെയും ശരീഅത്ത് നിയമമില്ല എന്ന് ഇവരെ പഠിപ്പിച്ച പ്രത്യാശാസ്ത്രം ഏതാണ്? ഇവിടെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർക്ക് ബാങ്കിലേക്ക് മത്സരിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലെറ്റർ പേഡിൽ അനുമതി നൽകി ഒപ്പുചാർത്തുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഏത് ശരീഅത്താണ് സ്വീകരിക്കുന്നത്? ത്വലാഖിലും നിക്കാഹിലും ഇസ്ലാമിക ശരീഅത്തിനുള്ള സ്വാധീനവും നിലപാടുകളും ബാങ്കിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന് ബാധകമല്ലെന്ന് ആരാ പഠിപ്പിച്ചത്? ഇനിയും സുഹൃത്തുക്കളെ, ഇസ്ലാമിക ശരീഅത്ത് കർക്കശമായി ഹറാമാക്കി പ്രഖ്യാപിച്ച ബാങ്കിലേക്ക് മത്സരിക്കാൻ ഇവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുങ്ങി പുറപ്പെടുമ്പോ പെണ്ണ് കെട്ടുന്നിടത്തും ത്വലാഖ് ചെല്ലുന്നിടത്തും മാത്രമായി ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കുക എന്നതാണ് പരിഹാസ്യം. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണെട്ടാനും ത്വലാഖെല്ലാനും മാത്രമുള്ളതല്ല. ഒരു വിശ്വാസിയുടെ ചലന നിശ്ചലനങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഇലാഹിയായ നിയമങ്ങളാണ് ശരീഅത്ത്. ആ ശരീഅത്ത് ബാങ്കിലേക്ക് മത്സരിക്കുമ്പോൾ ബാധകമല്ല. അതുപോലെ മുതിർന്ന പെണ്ണുങ്ങളെ ഇസ്ലാമിക ശരീഅത്ത് അന്നിസാഉ ഔറ, സ്ത്രീകൾ മറഞ്ഞിരിക്കണമെന്ന് കർക്കശമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്ത്